തായ്ക്കാട്ടുകര അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീ അയ്യപ്പൻ പൂജാ ദശവിളക്ക് മഹോത്സവം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകളിൽ ഗണപതി ഹോമം, ദീപജ്യോതി എഴുന്നള്ളിപ്പ്, സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. തായ്ക്കാട്ടുകര അയ്യപ്പ സേവാ സമിതി വർഷം തോറും നടത്തിവരുന്ന അയ്യപ്പൻ പൂജ ദശവിളക്ക് മഹോത്സവം സമാപിച്ചു. 3 ദിവസമായാണ് ചടങ്ങുകൾ നടന്നത്. ആദ്യ ദിനം കാഭ സുരേന്ദ്രന്റെ പ്രഭാഷണത്തോടെ തുടക്കമായി. തുടർന്ന് അന്നദാനം നടന്നു. 2ാം ദിനം വിഷ്ണു ഉളിയന്നൂറിന്റെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജയും പ്രസാദൂട്ടും നടന്നു. 3ാം ദിനം മഹാഗണപതി ഹോമവും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദീപജ്യോതി എഴുന്നള്ളിപ്പും മറ്റ് വിശേഷാൽ പൂജയും എതിരേൽപ്പോടെയും മഹോത്സവം സമാപിച്ചു. 1ാമത്തെ ദിവസം അയ്യപ്പ മഹാസംഗമം, 2ാമത്തെ ദിവസം സർവൈശ്വര്യ പൂജ മഹാ അന്നദാനം, 3ാമത്തെ ദിവസം രാവിലെ ഗണപതി ഹോമം, അതിനുശേഷം 3 മണിക്ക് മാന്തർക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നതായിട്ടുള്ള ദീപജ്യോതി എഴുന്നള്ളിപ്പ്, ശ്രീനാരായണപുരം ശാരദാദേവി ക്ഷേത്രം, അസൻപുരം ആഞ്ജനേയ ഭജന മണ്ഡപം സന്ദർശിച്ചതിന് ശേഷം ദീപാരാധന മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് തുടർന്ന് ദീപാരാധന, അതിനുശേഷം കെട്ടുനിറ, ചിന്ത്, ചെണ്ട, തായമ്പക, ശാസ്താംപാട്ട്, അതിനുശേഷം രാത്രി 1 മണിയോട് കൂടിയിട്ട് എതിരേൽപ്പ്, തുടർന്ന് ആഴിപൂജ. ഇതെല്ലാം കഴിഞ്ഞ് 70ഓളം അയ്യപ്പ ഭക്തന്മാർ ഒരുമിച്ച് ഇരുന്ന് കെട്ടുനിറച്ച് വെളുപ്പിന് 5 മണിക്ക് ശബരിമലയിൽ പുറപ്പെടുകയും അതിനുശേഷം 41-ന് നടക്കുന്നതായിട്ടുള്ള വലിയ പ്രസാദ വിതരണത്തോടു കൂടിയിട്ട് ഈ വർഷത്തെ അയ്യപ്പ വിളക്ക് മഹോത്സവം അവസാനിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.